എന്തെന്ന് മനസ്സിലായ? മലയാളത്തിലെ ഒരു ന്യൂസ് ചാനലിൻ്റെ ആദ്യത്തെ പൊങ്കാല റിപ്പോർട്ടിംഗ് ആണ്. ബിഗ് ടി വി എന്ന് പറയുന്ന വലിയ കൊട്ടിഘോഷങ്ങളോടുകൂടി ആരംഭിച്ച ന്യൂസ് ചാനലാണ് ഈ ബിഗ് ടി വി. ബിഗ് ടി വിയുടെ ആദ്യത്തെ പൊങ്കാല റിപ്പോർട്ടിംഗ് ആണ്. ബിഗ് ടി വിയുടെ പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകളും അവരുടെ അനിൽ അയിരൂർ എന്ന് പറയുന്ന നേതാവും ഒക്കെ കൂടിയിട്ട് അവിടെ പൊങ്കാലയിടുകയാണ്. മാധ്യമ പ്രവർത്തനം റിപ്പോർട്ടിങ്ങിന് അപ്പുറത്തേക്ക് പങ്കാളിത്തത്തിൻ്റെ ഭാഗമായിട്ട് പങ്കാളിത്ത മാധ്യമ പ്രവർത്തനം എന്ന് തന്നെ പറയേണ്ടി, അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല. അമ്മാതിരി പരിപാടിയാണ്. ഇനിയിപ്പോൾ ഇത് എവിടേക്ക് എത്തും എന്ന് നമുക്കറിയില്ല. ഒരു രസകരമായ വിമർശനം ഒരാൾ ഉന്നയിച്ചത്, ഇത്രയും കാലം റിപ്പോർട്ടർ ടി വിയുടെ ആദ്യം 24 അപ്പോൾ പാരമ്പര്യ മാധ്യമങ്ങളൊക്കെ ഉണ്ട്, ഓരോന്നിനും വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടും, അതിന് ശേഷം വരുന്ന മാധ്യമങ്ങളുടെ പേരിൽ അവർ കൊള്ളാം എന്ന് പറയും, അതിനുശേഷം വരുന്ന മാധ്യമങ്ങളിൽ ഇവരിൽ കൊള്ളാം എന്ന് പറയും. സമീപകാലത്ത് ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയത് റിപ്പോർട്ടർ ടി വിയാണ്. ഇപ്പോൾ ബിഗ് ന്യൂസ് കുറച്ച് ദിവസമായിട്ട് വന്നതിന് ശേഷം ആളുകൾ പറയുന്ന റിപ്പോർട്ടർ ടി വിയൊക്കെ കണ്ടുപഠിക്കണം, ബിഗ് ന്യൂസ് എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. ഞാനിപ്പം ഈ വീഡിയോയുമായി വരാൻ കാരണം ബാർക്ക് റേറ്റിംഗിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പ്രമുഖരായ മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു ചാനൽ സംപ്രേഷണം ആരംഭിച്ച സാഹചര്യത്തിൽ അതുകൂടി പരാമർശിച്ച് പോകാം എന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും റേറ്റിംഗിൽ ബിഗ് ടി വി വന്നു തുടങ്ങിയിട്ടില്ല, അതിൻ്റെ കാല പരിധിയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമേ ബാർക്കിൻ്റെ റേറ്റിംഗിൽ വരുള്ളൂ. ആദ്യം റേറ്റിംഗിലേക്ക് കടക്കാം. കേരള ഓളാണ് ആദ്യം എടുക്കുന്നത്. 2 സെഗ്മെൻറ്റാണ് പരാമർശിക്കുന്നത്. കേരള ഓളിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമത് തുടരുകയാണ്. 4.46 പോയിൻറ്റിൻ്റെ വർധന ഏഷ്യാനെറ്റ് ന്യൂസിനുണ്ടായി. 81.96 നിന്ന് 86.42 അവർ ഉയർന്നു. രണ്ടാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വിയാണ്. 2.39 വർധനയുണ്ടായി. 77.57 നിന്ന് 79.96 മൂന്നാമത് 24 ആണ്. 3.43 വർധനയുണ്ടായി. 44.82 നിന്ന് 48.25 അവർ ഉയർന്നു. ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ ആഴ്ചകളിലേതുപോലെ തന്നെ രണ്ടാമതുള്ള റിപ്പോർട്ടർ ടി വിക്ക് 24 ഇപ്പോഴും ഒരു ഭീഷണിയായി തുടങ്ങിയിട്ടില്ല. വളരെ സേഫായി രണ്ടാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ്. നാലാമത് മനോരമ ന്യൂസാണ്. 3.97 വർധന. 34.64 ഉണ്ടായിരുന്നത് 38.61 അഞ്ചാമത് ന്യൂസ് മലയാളം 24/7 ആണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. മാതൃഭൂമിക്ക് ഉള്ള പോയിന്റിനേക്കാൾ മറികടന്ന് 5ാം സ്ഥാനത്തേക്ക് ന്യൂസ് മലയാളം 24/7 കേരള ഓളിലെത്തി എന്നുള്ളതാണ്. അവരുടെ പോയിന്റ് നില 3.98 വർധനയോടെ 30.04 ആയിരുന്നത് 34.02 വർദ്ധിച്ചു. ആറാമത് മാതൃഭൂമി ന്യൂസാണ്. മാതൃഭൂമി 0.01 ഇടിവാണ് മാതൃഭൂമിക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ ആഴ്ച തിരിച്ചടിയേറ്റ കേരള ഓളിൽ ഒരേ ഒരു ചാനൽ മാതൃഭൂമിയാണ്. ചെറിയ പോയിന്റ് കുറവാണ്, 0.01 കുറവാണ്. 32.74 ആയിരുന്നത് 32.73 കുറഞ്ഞു. ഏഴാമത് കൈരളി ന്യൂസാണ്. 4.14 വർധന കൈരളി ന്യൂസ് ഉണ്ടായി. കാര്യമായ വർധനയാണ്. അവരുടെ സമീപ ആഴ്ചകളെ സംബന്ധിച്ച് കാര്യമായ നില മെച്ചപ്പെടുത്തിയ അവസ്ഥയാണ് കൈരളി ന്യൂസിന്. 7ാം സ്ഥാനത്ത് 14.28 നിന്ന് 18.42 വർധനയോടെ അവർ നിൽക്കുന്നു. ജനം ടി വി 8ാമതാണ്. 0.58 വർധന ഉണ്ടായി. 17.32 ആയിരുന്നത് 17.9 എന്ന പോയിന്റിലേക്ക് എത്തി. 9ാമത് ന്യൂസ് 18 കേരളം ആണ്. ന്യൂസ് 18 0.68 വർധന. 8.01 ആയിരുന്നത് 8.69 അതിൽ ശ്രദ്ധേയമായ കാര്യം ന്യൂസ് മലയാളം 24/7 ഉണ്ടാക്കിയ നേട്ടമാണ്. രണ്ടാം സെഗ്മെൻറ്റ് മെയിൽ 22+ ABC ആണ്. അതിൽ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാമത്. 6.38 വർധന ഏഷ്യാനെറ്റ് ന്യൂസിനുണ്ടായി. 102.77 ആയിരുന്നത് 109.15 എന്ന നിലയിലേക്കെത്തി. റിപ്പോർട്ടർ ടി വി രണ്ടാമത് തന്നെയാണ്. 1.63 വർധന. 93.5 ആയിരുന്നത് 95.13 വർദ്ധിച്ചു റിപ്പോർട്ടർ ടി വിക്ക്. ഏഷ്യാനെറ്റ് ന്യൂസുമായി 15ഓളം പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് റിപ്പോർട്ടർ ടി വി രണ്ടാമത് നിൽക്കുന്നത്. അവരുടെ ആശ്വാസം മൂന്നാമതിരിക്കുന്ന 24 വളരെ അകലെയാണ് എന്നുള്ളതാണ്. 24-ന് 59.18 പോയിന്റ് നിലയാണ് ഉള്ളത്. 24 ന്യൂസ് 1.95 വർധന ഈ ആഴ്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. 57.23 ആയിരുന്നതാണ് 59.18 വർദ്ധിച്ചത്. നാലാമത് മനോരമ ന്യൂസാണ്. 5.06 വർധന മനോരമ ന്യൂസിന് ഉണ്ടായി. 49.07 ആയിരുന്നത് 54.13 അഞ്ചാം
രണ്ടാമത് മെയിൽ 22+ ABC മാതൃഭൂമി ന്യൂസ് തന്നെയാണ്. കേരള ഓളിൽ ന്യൂസ് മലയാളം 24/7 ആയിരുന്നു. ഇവിടെ മാതൃഭൂമി ന്യൂസ് 0.16 വർധനയോടെ ആണ് അഞ്ചാമത് നിൽക്കുന്നത്. 43.81 ആയിരുന്നത് 43.97 ആയി. ആറാമത് ന്യൂസ് മലയാളം 24/7 2.75 വർധന അവർക്കുണ്ടായി. 36.57 ആയിരുന്നത് 39.34 വർദ്ധിച്ചു. ഏഴാമത് കൈരളി ന്യൂസാണ്. 6.7 പോയിന്റിൻ്റെ വർധന അവർക്ക് ഉണ്ടായി. 22.67 ആയിരുന്നത് 29.37 ആയി. എട്ടാമത് ജനം TV 0.28 വർധന. 20.52 ആയിരുന്നത് 20.8 ആയി. അവർ കൈരളി ന്യൂസിനേക്കാളും നല്ല വ്യത്യാസം വന്നു. കൈരളി ന്യൂസിന് ഇവിടെയും വലിയ നേട്ടമാണ്. 6.7 പോയിന്റ് വർധനയുണ്ടായി. ജനം TVയേക്കാൾ 9 പോയിന്റിൻ്റെ മികവ് കൈരളി ന്യൂസിനുണ്ടായി. ജനം TVക്ക് സാധാരണ കുറച്ച് നാളായിട്ട് അവർ കൈരളി ന്യൂസിന് വെല്ലുവിളിയായിട്ടുണ്ടായിരുന്നതാണ്. ഇനി 9ാം സ്ഥാനത്ത് ന്യൂസ് 18 കേരളം ആണ്. 0.34 വർദ്ധിച്ചു. 10.11 ആയിരുന്നത് 10.45 ആയി എന്നുള്ളതാണ്. ഇതാണ് പോയിന്റ് നില. പ്രധാനമായി നമ്മൾ കേരള ഓളിൽ കണ്ട ന്യൂസ് മലയാളം 24ൻ്റെ മുന്നേറ്റം, ഒപ്പം റിപ്പോർട്ടർ TVയുടെ സുരക്ഷിതമായ അവസ്ഥ, ഇതാണ് വലിയ മാറ്റം എന്ന് എടുത്തു പറയാനുള്ള ഒരേ ഒരു കാര്യം. ഈ സാഹചര്യമാണ് ഉള്ളത്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പ്രചരണത്തിലേക്ക് കടക്കുകയാണ്. ഈ ഘട്ടത്തിൽ ആനുപാതികമായ വർധനയിലേക്ക് ന്യൂസ് ചാനലുകൾ കാണുന്ന ആളുകളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുന്നുണ്ട് എന്ന് വേണം ഈ ആഴ്ചത്തെ റേറ്റിംഗിലെ ആകെയുള്ള വർധനവിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. കാര്യമായ തിരിച്ചടികൾ ചാനലുകൾക്കില്ല. ഇറാനെ അമേരിക്ക ആക്രമിച്ചതിൻ്റെ തുടർച്ചയായിട്ടുള്ള വാർത്താ നില മറ്റൊരു തലത്തിലേക്ക് പോയിട്ടുണ്ട്. അതൊക്കെ ചാനലുകളുടെ ഈ റേറ്റിങ്ങിനെ സ്വാധീനിക്കുന്നുണ്ടാകണം. ഒപ്പം കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസമാണ് പത്രങ്ങളിൽ ഒരു പരസ്യവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടായത്. 10 വർഷം മുമ്പ് UDF ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെ, അല്ലെങ്കിൽ വികസന സംബന്ധമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ, ഭരണപരമായ തിരിച്ചടികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് 10 വർഷത്തിന് ശേഷം എന്താണ് കേരളത്തിൽ സ്ഥിതി എന്ന് ഓർമ്മിപ്പിക്കുന്ന 2 പേജ് പരസ്യം വലിയ വിവാദമായത് ഇന്നലെയാണ്. അത് സംബന്ധിച്ച തർക്കങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു പേജ് മുഴുവൻ 10 വർഷം മുമ്പുള്ള അവസ്ഥ, ഒരു പേജ്, രണ്ടാമത്തെ 1-ാം പേജ് മുഴുവൻ 10 വർഷത്തിന് ശേഷമുള്ള അവസ്ഥ. പവർ കട്ടിൻ്റെ കാലം, KSRTCയുടെ തിരിച്ചടിയുടെ കാലം, ദേശീയപാത മതിയാക്കി തിരിച്ചുപോയ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കാലം ഒക്കെ ഇന്ന് തിരിച്ച് മാറി എന്നുള്ളതാണ് പരസ്യത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഇതിനെ വലിയ തോതിൽ മാധ്യമ വിമർശനത്തിന്, അതേ മാധ്യമങ്ങളുടെ തന്നെ വിമർശനത്തിനും ഇരയാക്കി എന്നുള്ളതാണ്. അത് പ്രതിപക്ഷത്തിന് ആരോപണം ഉന്നയിക്കാനുള്ള ഒരു വേദിയാക്കി. ഒപ്പം മുഖ്യധാര ചാനലുകൾ അതിനെ വലിയ വിമർശന കാരണമാക്കി മാറ്റുകയും ചെയ്തു. ഉദാഹരണത്തിന് ഏഷ്യാനെറ്റ് ന്യൂസ് ഇത് ശരിയല്ല, ഇത് സാങ്കല്പിക, അതിലൊരു പേജ് സാങ്കല്പികം എന്ന് പറയാവുന്നതാണല്ലോ. VD സതീശൻ തന്നെ ഇത് സാങ്കല്പികമാണ്, യഥാർത്ഥമല്ല, ഇന്ന് പവർ കട്ടില്ല, അതൊക്കെ വ്യാജ വാർത്തയാണ് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസും ഇതൊക്കെ സാങ്കല്പിക കഥകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയ ഒരു സാഹചര്യമുണ്ട്. അതിനെ ലെഫ്റ്റ് ഹാൻഡിലുകൾ CPM സോഷ്യൽ മീഡിയയിൽ കൗണ്ടർ ചെയ്തത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തന്നെ 10 വർഷം മുമ്പുള്ള യഥാർത്ഥ വാർത്തകളെ വെച്ചാണ്. ഇന്ന് സാങ്കല്പികമായി മാറിയ വാർത്തകൾ 10 വർഷം മുമ്പ് യഥാർത്ഥമായിരുന്നു എന്ന് വെച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് അത് പറഞ്ഞ കമൻറ്റ് പഴയ വാർത്തകളെ, അവരുടെ തന്നെ പഴയ വാർത്തകളെ വെച്ചുകൊണ്ടാണ്. അത്തരത്തിലുള്ള രസകരമായ രംഗങ്ങളിലൂടെ കൂടി നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ആ ഒരു വീഡിയോ പെട്ടെന്ന് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. സാങ്കല്പിക വാർത്തകളുമായി പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് മലയാളം പത്രങ്ങളുടെ 1-ാം പേജിൽ PRDയുടെ പരസ്യം വന്നിരിക്കുന്നു. UDF ഭരണമായിരുന്നെങ്കിൽ സംസ്ഥാനം ആകെ ഇപ്പോൾ പ്രതിസന്ധിയിലായേനെ എന്ന തരത്തിലാണ് ഈ സാങ്കല്പിക വാർത്താ പേജ്. പാഠപുസ്തക അച്ചടി വൈകിപ്പിക്കുന്നതായി ആരോപണം. സ്കൂൾ തുറന്ന് 1.5 മാസം കഴിഞ്ഞിട്ടും പാഠപുസ്തകങ്ങൾ എത്തിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് ആയിട്ടില്ല. പ്രതിസന്ധി തുടർന്നാൽ KSRTC പൂട്ടേണ്ടി വരുമെന്ന് മന്ത്രി ആര്യാട് മുഹമ്മദ് തന്നെ മുന്നറിയിപ്പ് നൽകി. ആകെ 18 മാസത്തെ കുടിശ്ശികയാണ് UDF സർക്കാർ വരുത്തിവെച്ചത്. മഴയത്ത് ചെളിക്കുണ്ട്, വെയിലത്ത് പൊടിക്കാറ്റ്. കുണ്ടറയിലേക്കുള്ള റോഡിന്റെ അവസ്ഥയാണ്. സംസ്ഥാനത്ത് അല്പസമയത്തിനകം അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് നിലവിൽ വരും. ചുരുക്കത്തിൽ ന്യൂസ് ചാനലുകൾ അല്ലെങ്കിൽ പത്രങ്ങൾ ഒക്കെ അവരുടെ മേഖലയിൽ നിന്ന് മാത്രമല്ല മറ്റു പല വലിയ വെല്ലുവിളികൾ സോഷ്യൽ മീഡിയ വഴിയും നേരിടേണ്ടി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ചാനലുകൾ അവരുടെ നിലപാട്, അത് ചിലപ്പോൾ സർക്കാരിനെതിരായ നിലപാട് ആവർത്തിച്ചു പറയുകയും അടുത്ത സർക്കാർ UDF വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പറയുകയും ചെയ്യുമ്പോൾ തന്നെ അവരുടെ നേരത്തെയുള്ള കാഴ്ചയെ, വാർത്തയെ ഒക്കെ വീണ്ടെടുത്തുകൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യുന്ന സോഷ്യൽ മീഡിയ ശൈലി കൂടി അത്ര
പവർഫുള്ളായി സോഷ്യൽ മീഡിയ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് ന്യൂസ് ചാനലുകളെ സംബന്ധിച്ച് ചില്ലറ വെല്ലുവിളിയല്ല ഉള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം നഗരം പെട്ടെന്ന് തന്നെ വൃത്തിയാക്കപ്പെടുന്നൊരു സാഹചര്യം വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്തുണ്ട്. എന്നാൽ ഇത്തവണ കോർപ്പറേഷൻ ഭരണമൊക്കെ മാറി അതിനുശേഷം ഉണ്ടായ സാഹചര്യം ഈ ആദ്യത്തെ പൊങ്കാലയ്ക്ക്, അവരുടെ ഭരണത്തിന് ശേഷമുള്ള ആദ്യത്തെ പൊങ്കാലയ്ക്ക് ശേഷം പൊങ്കാല കഴിഞ്ഞ് ഒരു ദിവസം രണ്ടാമത്തെ ദിവസവും നഗരം പലയിടങ്ങളിലും വൃത്തികേടായി നിൽക്കുന്നു. ആറ്റുകാലിൻ്റെ ചുറ്റും മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടുന്നു. മാലിന്യ നീക്കത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് കാര്യങ്ങളെത്തി. അതും ഈ മട്ടിൽ സോഷ്യൽ മീഡിയ നിരന്തരം പറഞ്ഞു, മുഖ്യധാര പത്രങ്ങളും ചാനലുകളും നഗരം ക്ലീൻ എന്നൊക്കെ പറഞ്ഞ് തലക്കെട്ട് കൊടുത്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ യാഥാർത്ഥ്യം വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. വൃത്തിയായിട്ടില്ല എന്ന മട്ടിലേക്ക് വാർത്തകൾ നൽകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളാണ് ന്യൂസ് ചാനലുകൾ നേരിടുന്നത്. അവർ മുന്നോട്ട് വെക്കുന്ന ഒരു അജണ്ട അത് യാഥാർത്ഥ്യമല്ലെങ്കിലും ആണെങ്കിലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം, അല്ലെങ്കിൽ അത് വലിയ തോതിൽ അവരുടെ വാദത്തെ പൊളിക്കുന്ന മറുവാദങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഉയരുന്ന സാഹചര്യം. അതുകൊണ്ട് ഏതെങ്കിലും പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ ആ മട്ടിൽ തന്നെ അവിടെ നിലനിൽക്കണം എന്നില്ല, അത് ചോദ്യം ചെയ്യപ്പെടും എന്ന് തിരിച്ചറിയേണ്ട ഒരു സാഹചര്യം മാധ്യമപ്രവർത്തനത്തിൽ കൂടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം ബിഗ് ടി വി ഒക്കെ ചെയ്യുന്നത് പോലെ പൊങ്കാലക്കിട്ട് സമാധാനത്തിൽ മുന്നോട്ട് പോകാം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യം. മാധ്യമപ്രവർത്തകർക്ക് ഇനി പല ഉത്തരവാദിത്തങ്ങൾ വരും എന്നാണ് ബിഗ് ടി വിയുടെ ഈ വരവോടുകൂടി തെളിയിക്കപ്പെടുന്നതും. എന്തായാലും അടുത്ത ആഴ്ച നമുക്ക് റേറ്റിംഗ് വീഡിയോയുമായി മറ്റൊരു സമയത്ത് കാണാം. നന്ദി, നമസ്കാരം.